സർ, അപ്പോ സർ എന്താ പറയാൻ വരുന്നേ? എടാ, പറയാൻ വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാ എന്തായാലും ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് ട്രെയിനിങ് എടുക്കാനല്ലേ പോകുന്നേ? ആ അതെ, ബട്ട് അപ്പോ അതുവരെ ചുരുങ്ങിയത് ഒരു 6 മാസം ടു 8 മാസം വരെ നിനക്ക് ടൈം ഉണ്ട്. ആ ടൈം വെറുതെ എന്തിനാ കളയുന്നേ? ഇവിടെ കോച്ചായിട്ട് ജോയിൻ ചെയ്തോന്നേ. സർ, ബട്ട് എങ്ങനെ? എന്നെക്കാളും നല്ല ട്രെയിനിങ് കിട്ടിയ എത്രയോ കോച്ച് ഉണ്ട് നമ്മുടെ ഈ കോളേജില്. അവരത്രത്തോളൊന്നും ഞാൻ എത്തത്തില്ലല്ലോ. അതുമാത്രല്ല, ഞാനാണെങ്കിൽ ഈ കോളേജിൽ നിന്ന് പഠിച്ചു പോയൊരു വ്യക്തിയാ. ഇനിയിപ്പോ ഞാൻ ഇവിടേക്ക് തന്നെ കോച്ചായിട്ട് വരുമെന്ന് പറഞ്ഞ അവര് പീറ്റർ, നീ അതിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. നിനക്ക് ഇതിന് ഓക്കെ ആണെങ്കിൽ നീ ഓക്കെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ സാർ നോക്കിക്കോളാം. സർ, അത് പിന്നെ എടാ പീറ്ററെ, ഞാനും നീയുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സാറും സ്റ്റുഡന്റും കഴിഞ്ഞ് അതിനെക്കാട്ടും വലിയൊരു ബന്ധാ. നമ്മൾ പുറത്തിറങ്ങിയ ഒരു അച്ഛനെയും മകനെയും പോലെയാ. അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറയുന്നത്, ഇത് നിനക്ക് കിട്ടിയ നല്ലൊരു അവസരാ. അല്ലേലും ഇതുപോലത്തെ ഒരു ചാൻസ് കിട്ടാനല്ലേ നീ ഇത്ര കാലം കാത്തിരുന്നേ. ആ ചാൻസ് ഞാനായിട്ട് തരുവന്നേ. അത് ഞാൻ നിനക്ക് സിമ്പതിയിലൊന്നും എടുത്ത് തരുമല്ല, നിന്റെ ടാലന്റ് കാരണം നിന്നെപ്പോലെ ഒരു നല്ല കോച്ച് ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. നമ്മളെ യങ് ആയിട്ടുള്ള എത്രയോ പ്ലേയേഴ്സ് ഉണ്ട് ഇവിടെ. അവർക്കൊക്കെ നീ ഒരു നല്ല മോട്ടിവേറ്റർ ആയിരിക്കും. പോരാത്തതിന് നിന്റെ ഈ പ്രായത്തില് നീ ഒരു കോച്ചാവെന്ന് പറഞ്ഞ അത് അവർക്കൊക്കെ ഒരു പ്രചോദനമാവുന്നേ. അവരും നിന്നെ പോലെ പഠിച്ച വലുതായി കോച്ചാവണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? അതൊക്കെ ഉണ്ട് സർ, അതില് എനിക്ക് സന്തോഷാ. പക്ഷേ എന്നെക്കാട്ടും എത്രയോ ട്രെയിനിങ് എടുത്ത ഒരുപാട് കോച്ച് ഉണ്ട് നമ്മൾ ഈ കോളേജില്. അവർക്കൊക്കെ മുന്നില് ഞാന് ഇനി ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. നിനക്ക് ഇവിടെ കോച്ചായിട്ട് ജോയിൻ ചെയ്യാൻ ഒരു താല്പര്യക്കുറവില്ല. എനിക്ക് എന്തായാലും ഇത് അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. അപ്പോ നീ നാളെ മുതൽ ജോയിൻ ചെയ്തോ. എന്തേ, ഓക്കെ അല്ലേടാ? ഞാന് പ്രിൻസിപ്പളിനെ വിളിച്ച് പറയട്ടെ? ഓക്കെ. നിക്ക്, ഇപ്പൊ തന്നെ കൈയോടെ പ്രിൻസിപ്പളിനെ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ സർ. സാറ, പ്ലീസ് കം. എന്താ സാറാ? പറ സാറാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല സർ, അത് പിന്നെ ഞങ്ങളെ കോച്ച് സച്ചിൻ സാറല്ലേ, സാറ് വന്നിട്ടില്ല. അവിടെയാണെങ്കിൽ എല്ലാരും സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. സാറ് ഉച്ചയ്ക്ക് പോയിന്നാ പറയുന്നേ. അതാ എന്താ ചെയ്യണ്ടെന്ന്. ഓ, അത് ഞാൻ ഇൻഫോം ചെയ്യാൻ മറന്നുപോയി. സാറിനി ഒരു 6-8 മാസത്തേക്ക് ഉണ്ടാവില്ല കേട്ടോ. അയ്യോ, അതെന്താ പറ്റി സർ? സാറിന് കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് ആക്സിഡന്റ് നടന്ന കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? അതെ സർ, കൈക്ക് ചെറിയ ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് ചെറിയ മുറിവല്ലെന്ന്, നല്ല ആഴത്തിലുള്ള പൊട്ടലാ. എന്തായാലും ഒരു 6-8 മാസം ലീവ് എടുക്കേണ്ടി വരുന്ന പറഞ്ഞേ. സർജറി വേണ്ടി വരുന്നൊക്കെയാ പറയുന്നേ. അതുകൊണ്ട് സാറ് ഇന്ന് മുതൽ ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് കോച്ചായിട്ട് ഈ ഇരിക്കുന്ന ആളാ വരാൻ പോണേ. സർ, അത് എന്തെങ്ങനെ നോക്കുന്നേ? ഇനി വാക്ക് മാറാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ പ്രിൻസിപ്പളിനോട് അപ്ഡേറ്റ് ചെയ്തതാ. നാളെ മുതൽ എന്തായാലും ജോയിൻ ചെയ്തോണ്ടി. ഇനിയിപ്പോ നാളെ മുതൽ നോക്കണ്ട. എന്തായാലും ഇവിടെ ജോയിൻ ആയി കഴിഞ്ഞല്ലോ. ഇപ്പൊ ഇവർക്ക് കോച്ചില്ല അത്ര. നീ ചെല്ലേ, ഇന്ന് മുതൽ തന്നെ നിന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അയ്യോ സർ, അത് പിന്നെ ബോയ്സ്. ആടാ, ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ട്. ഗേൾസ് ഒരു 6 പേര്, ബോയ്സ് ഒരു 4 പേര്. ടോട്ടല് 10 പേരേ ഉള്ളൂ. ഇനിയിപ്പോ ആരെങ്കിലും ടീമിൽ ജോയിൻ ചെയ്യാനുണ്ടോന്ന് അറിയത്തില്ല. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നീ ഇപ്പൊ ചെല്ലേ, അവർക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് പിന്നെ ചെല്ലടാ. ഓക്കെ സർ. പിന്നെ ഈ നിക്കണത് ആരാന്ന് മനസ്സിലായോ? അറിയാം സർ, ഇവിടുന്ന് പഠിച്ചു പോയ സിദ്ധാർത്ഥിന്റെ സിസ്റ്റർ അല്ലേ? ആ സിദ്ധാർത്ഥ് ഇപ്പോ ആരാന്നും കൂടെ അറിയത്തില്ലേ? ഒരു ഡോക്ടറാന്ന് അറിഞ്ഞായിരുന്നു. അല്ലേലും നമ്മൾ ഈ കോളേജ് അതൊരു മാജിക്കലല്ലേ. ഇവിടുന്ന് പഠിച്ചു പോയ ആരെയും നമ്മൾ ഈ കോളേജ് കൈവിട്ടിട്ടില്ല. എല്ലാരും നല്ല നല്ല നിലയിലാ. ഉദാഹരണത്തിന് നീ തന്നെ നോക്കിയേ, നീ ഇവിടുന്ന് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. ഇപ്പൊ തിരിച്ചും ഇങ്ങോട്ട് തന്നെ ജോയിൻ ചെയ്യാൻ പോവാ, അതും സ്പോർട്സിന്റെ കോച്ചായിട്ട്. സാറാ, നീ എന്തായാലും കറക്റ്റ് ടൈമിങ്ങിനാ വന്നേ. നീ നിന്റെ കോച്ചിന്റെ മനസ്സ് മാറുമ്പോഴത്തേക്കും കോച്ചിനെയും കൊണ്ട് ചെല്ലാൻ നോക്ക്. വരാം, നീ ചെല്ലേ. പീറ്റർ വേറെ എന്റെ സീനിയർ മാത്രമായിരുന്നു. ബട്ട് ഇന്നിപ്പോ എന്റെ കോച്ച്. ഞാൻ എങ്ങനെ ഫേസ് ചെയ്യാൻ പോണോ എന്തോ. അന്നത്തെ പ്രശ്നമൊക്കെ മറന്നു കാണോ? എന്താ ലൂസി? പൊന്നോ, ഈ പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ തന്നെ പറ്റുന്നില്ല. മൂഡ് സിങ്സ് എപ്പോഴാ വരാ എപ്പോഴാ പോവാന്ന് ഒരു പിടുത്തമില്ല. ഓഫീസിലാണെങ്കിൽ എന്തോരം ചിരിച്ചിട്ടായിരുന്നു. ഇപ്പൊ നോക്കിയേ, മോന്ത കറുപ്പിച്ചിരിക്കുന്നു, അതും ഒരു കാരണവും ഇല്ലാതെ. ജിം മതി, അവളായിട്ട് നോർമലായിട്ട് സംസാരിക്കുന്നവരെ
നീയായിട്ട് സംസാരിക്കാൻ പോണ്ട. പിന്നെ അത് വലിയൊരു വഴക്കിലേ തീരൂ. അതുകൊണ്ട് മിണ്ടാതിരുന്ന് പണിയെടുത്തോ. അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച സത്യ ജിമ്മിനിപ്പോ എന്നോട് പഴയ പോലെ ഒരു സ്നേഹമില്ല. ഞാൻ മാത്രം എപ്പോഴും അവൻ ഒരുക്കി സ്നേഹിക്കുന്നേ. നോക്കിയിട്ടൊന്ന് മൈൻഡ് പോലെ ആക്കുന്നില്ല. അല്ലേലും ഞാനെന്ത് തെറ്റ് ചെയ്തേ? എല്ലാത്തിനും കാരണക്കാരി ആ തേജയാ. അവളെങ്ങാനും എന്റെ കയ്യിൽ കിട്ടണായിരുന്നു മരത്തിൽ കെട്ടിയിട്ട് അടിച്ച് തൂരടിച്ചേനെ. അല്ല, ഇതറിഞ്ഞപ്പോ എനിക്ക് എന്റെ തേജനോട് ഇത്രയും ദേഷ്യമുണ്ട്. എന്നിട്ട് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജിം എന്താ അവളോട് വാക്ക് പോലും ചോദിക്കാഞ്ഞേ? ഇനിയിപ്പോ ജിമ്മിന്റെ മനസ്സിലെങ്ങാനും അവളോട് എന്തെങ്കിലും അങ്ങനൊന്നും ചിന്തിക്കാൻ തന്നെ പാടില്ല. ജിമ്മിനല്ലേലും അവള് കണ്ണെടുത്ത് പിടിക്കത്തില്ലല്ലോ. അവള് വൺ സൈഡായിട്ട് ജിമ്മിനെ പ്രേമിക്കുന്നേ. ഇതില് അവനെന്ത് ചെയ്യാൻ പറ്റും? അല്ല, അങ്ങനെ തന്നെയാണെങ്കിലും ഞങ്ങൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വരാൻ കാരണം ആ തേജല്ലേ. അപ്പൊ പിന്നെ അവള് ചെയ്ത പണിക്ക് ജിം അവളോട് ദേഷ്യപ്പെടണ്ടേ? ദേഷ്യപ്പെടുന്നില്ല. ഞാനൊക്കെയാണെങ്കിൽ അവള് മൂന്നടിച്ച് തിരിച്ചേനെ. ഇതൊക്കെ അറിഞ്ഞിട്ടും നോർമലായിട്ട് അന്ന് തേജനോട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനർത്ഥം ജിമ്മിന്റെ മനസ്സിൽ ഏതോ ഒരു മൂലയ്ക്ക് അവൾ ഉണ്ടെന്നല്ലേ അർത്ഥം? എടാ ദുഷ്ട, അപ്പൊ അതുകൊണ്ടല്ലേ അറിഞ്ഞോണ്ട് എന്നെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? അല്ല, ആരെയാ അവള് വിളിക്കുന്നേ? എന്താ മേലോട്ട് നോക്കി നിൽക്കുന്നേ? നിന്നെ തന്നെയാ വിളിച്ചേ. എന്നെയോ? അതെ, എന്തേ ഡാമ നിന്നെ വിളിച്ചോടെ? നീ വിളിച്ചോടി ചക്കരെ. നീയല്ലാതെ ആര് വിളിക്കാനാ? അപ്പൊ ഇപ്പോഴും അവന്റെ ഉള്ളില് ഞാൻ മാത്രാ? എന്താ ലൂസി, ബോറടിക്കുന്നുണ്ടോ? അതെന്താ ജിം അങ്ങനെ ഒരു ചോദ്യം? വീണ്ടും ഗംഗേന്ന് നാഗവല്ലിയിലേക്ക്. അല്ല, ഇവക്ക് ഇന്നത് എന്താ പറ്റിയേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. അത് പിന്നെ മോളെ, മോളേന്നോ? സ്നേഹമുണ്ട്. ഇപ്പോഴും അവന്റെ മനസ്സിൽ എന്നോട് സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെ സ്നേഹത്തോടെ മോളേന്ന് വിളിച്ചേ? ബാക്കി പറ. എന്ത് പറയാൻ? അല്ല, മോളേന്ന് മാത്രമല്ലേ വിളിച്ചുള്ളൂ. അതിന്റെ പിന്നില് എന്തോ പറയാൻ വന്നില്ലേ? ഓ അതോ, അത് പിന്നെ നേരത്തെ ഞാൻ ചോദിച്ചില്ലായിരുന്നോ ബോറടിക്കുന്നുണ്ടോന്ന്? അയിനെ അത് പിന്നെ റൂമിൽ തന്നെ ഇരുന്ന് കൊറേ നേരമല്ലോ എന്നെ തന്നെ നോക്കിയിരിക്കുന്നേ. അതായിരിക്കും ബോറടിക്കുന്നേ. നീ കുറച്ച് പുറത്തൊക്കെ പോയി കാറ്റൊക്കെ കൊണ്ടുപോവാ. അപ്പോ ബോറടിയൊക്കെ മാറുന്നു പറയാൻ വന്നതാ. ഓഹോ, അപ്പൊ അതിനർത്ഥം റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് എന്റെ മുഖം കണ്ട് നിനക്ക് ബോറടിക്കുന്നുണ്ടെന്നല്ലേ? അല്ല, അങ്ങനെ ഞാനെപ്പോ പറഞ്ഞേ? അതാണ് അതിനുള്ള അർത്ഥം. നിനക്ക് ഈ മുറിയിലിരുന്ന് എന്റെ മുഖം കണ്ട് ബോറടിക്കുന്നുണ്ട്. എങ്ങനെങ്കിലും ഒന്ന് പോയിട്ടാണ് നീ എന്നോട് പറയാന്ന് പറയല്ലേ? അല്ലേലും നിന്റെ അടുത്തുനിന്ന് ഇത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാ. അല്ലേലും ഞാൻ പോവില്ല. എന്നെ വേണ്ടത് എനിക്ക് വേണ്ട. എന്റെ കർത്താവേ, ഇത് മൂഡ് സിങ്സ് ഒന്നല്ല, അതിലും വലുത് എന്തുവാ? എനിക്ക് തോന്നുന്നത് ഇവക്ക് ബാധ കയറിയെന്നാ. ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോലും ഒരു കുലുക്കും ഇല്ലാതെ ചെവിക്കൊക്കെ തൊട്ടിച്ച പോലെ അവിടെ തന്നെ ഇരിക്കുകയല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പോവാ. ലൂസി പോവല്ലേ, നിക്ക്. അവള് പോണ പോക്ക് കണ്ട അങ്ങ് നടന്നു തന്നെ അമേരിക്കയിൽ എത്തുന്നാ തോന്നുന്നേ. ജീം വേഗം പോയി സമാധാനപ്പെടുത്തിക്കോ, അല്ലെങ്കിൽ അമേരിക്കയിൽ എത്തിയാൽ അത്ഭുതമില്ല. ലയ, ഇത്രയും ദിവസം നീ ആഗ്രഹിച്ചത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ? എങ്ങനെങ്കിലും ഒന്ന് ഡൈവേഴ്സ് വാങ്ങി ജെയ്സന്റെ ലൈഫിന്ന് എന്നേക്കായിട്ട് പോണെന്നല്ലേ നീ ആഗ്രഹിച്ചത്? പിന്നെന്താ, ഇന്ന് ജെയ്സൺ നാളെ ഡൈവേഴ്സിന്റെ കാര്യമായി സംസാരിക്കാൻ അഡ്വക്കേറ്റിന്റെ അടുത്ത് പോണെന്ന് പറഞ്ഞപ്പോ നീ തന്നെ അറിയാതെ നീ അങ്ങ് തകർന്നു പോയേ. ഇനിയിപ്പോ
ലയ ആ, ജയ്സ എന്താ ലയ എന്തു പറ്റി? എന്ത് പറ്റാൻ? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലെന്നോ? ഒന്നുമില്ലാണ്ടാണോ ഇങ്ങനെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നേ? എന്തേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേ, എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ചെറിയൊരു തലവേദന. അതാ, അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. ഞാൻ വിക്സ് തേച്ചിട്ടുണ്ട്. അല്ല, വേറെന്തോ ആണ്. നീ എന്നോട് എന്തെങ്കിലും മറിക്കുന്നുണ്ടോ? മറയ്ക്കാനോ? എന്ത് മറയ്ക്കാൻ? ഒന്നുമില്ല ജയ്സ, ഞാൻ പറഞ്ഞല്ലോ, തലവേദനയാ. അതാ. ആ, ഓക്കെ. നിനക്കെന്തോ പറയാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്തായാലും നിനക്ക് പറയണമെന്ന് തോന്നുമ്പം നീ പറ. അയ്യോ, അങ്ങനൊന്നുമില്ല ജയ്സ. ഞാൻ പറഞ്ഞല്ലോ, നല്ല തലവേദന. അതാ, കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. ജയ്സൺ കിടന്നോ? നീയും നേരത്തെ കിടക്കാൻ നോക്ക്. രാവിലെ അഡ്വക്കേറ്റിനെ കാണാൻ പോകാനുള്ളതല്ലേ. എന്തല്ലയ, മറന്നോ? ഞാൻ നിന്നോട് വന്നപ്പോ തന്നെ പറഞ്ഞതല്ലേ. ഇല്ല, മറന്നിട്ടൊന്നുമില്ല. ഞാൻ കിടക്കുക. നിന്റെ റിപ്ലൈ ഒന്നും കണ്ടില്ല. അതാ, ഇനിയിപ്പോ നീ ആ കാര്യം മറന്നോന്ന് വിചാരിച്ച് ഓർമ്മപ്പെടുത്തിയതാ. എന്നാ കിടന്നോ, രാവിലെ നേരത്തെ എണീച്ച് പോകാനുള്ളതാ. ഓക്കെ ജയ്സ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.